മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ, അതും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വേദവാക്യം, 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോണേ. ആ ആ ആ ഞാൻ ഇതുവരെ പറഞ്ഞത് നീ കെട്ടി ദൈവം അഴിച്ചു. നമ്മുടെ യേശു കർത്താവ് പറയുന്നു നീ അഴിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ശ്രദ്ധിച്ചിരിക്കുമോ എല്ലാവരും? പുറകിലിരിക്കുന്നവരൊക്കെ എല്ലാവരും ശ്രദ്ധ ഇവിടെ വേണേ. നിങ്ങൾ ആ വാക്യം ഒന്നും കൂടെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ശ്രദ്ധിച്ചോ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പത്രോസിനോടാണ് പറഞ്ഞേ, നിനക്ക് തരുന്നു. ആ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും. ഇനി എല്ലാവരുടെ ആൻസർ പറഞ്ഞേ. എല്ലാവരും ഉണ്ടോ? എന്താണ് പത്രോസിന് കർത്താവ് നൽകിയത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. എന്തിനുള്ളതാണ്? ഇവിടെ അങ്ങനെ ഒരു വാക്കില്ലേ? ഉണ്ടോ? വായിച്ചേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. തുറക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ എല്ലാവരും? നിങ്ങൾ എത്ര സൂക്ഷ്മമായിട്ട് ബൈബിൾ നോക്കിയാലും ഇല്ല. കാര്യം ഞാനിത് നോക്കാതെ ഇവിടെ കയറത്തില്ലല്ലോ. സത്യത്തിൽ താക്കോലല്ലേ കൊടുത്തേ? നീ ഭൂമിയിൽ തുറക്കുന്നതെല്ലാം സ്വർഗത്തിൽ തുറക്കപ്പെടും എന്നല്ലേ പറയണ്ടേ? തുറക്കുമെന്നൊരു പ്രസ്താവന ഇല്ല. അതിന് പകരം പറഞ്ഞിരിക്കുന്ന 2 പദമാണ് കെട്ടും അഴിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും പറയുന്നേ സ്വർഗത്തിലും അഴിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? 16-13 വായിച്ചു നോക്കിക്കേ. ഈ വിഷയത്തിന്റെ തുടക്കമാണ്. ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, ഇരമ്യാവെന്നും, പ്രവാചകന്മാർ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞു. അടുത്ത ചോദ്യം, 2-ാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് പറയുന്നു? ജനങ്ങൾ പറയുന്നത് അവിടെ നിൽക്കട്ടെ. എന്റെ കൂടെ നടക്കുകയല്ലയോ? അപ്പം നിന്നെയല്ലയോ? അത്ഭുതം കാണുകയല്ലയോ? അപ്പം ചുമന്നില്ലേ? എന്റെ കൂടെ ചേർന്ന് നടക്കുന്ന നിങ്ങൾക്ക് എന്നാ അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ പത്രോസ് മാത്രം മറുപടി പറഞ്ഞ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കേട്ടോ, വേറൊരാളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. 11 പേര് പറയുന്നതിന് മുമ്പ് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇപ്പോൾ യേശു എന്തോ പറഞ്ഞു? ശിമോനെ, നീ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത് എന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കിയത്, ആർക്കും അറിയാത്തത്. അതിന് പത്രോസിന് മാത്രം ഒരു കാര്യം പിടികിട്ടി, ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് പത്രോസ് പറഞ്ഞപ്പോഴാണ് യേശു പറയുന്നത്. അടുത്തത്, പണിയും. അന്നേരം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പത്രോസ് പറഞ്ഞു. എല്ലാവരും കേൾക്കണേ. ആ ഉത്തരത്തിനകത്തുള്ള വൈവിധ്യം, അങ്ങനെ ഒരു ആൻസർ പറയണമെങ്കിൽ മാംസരക്തങ്ങളോട് കൂടിയുള്ള അറിവിൽ നിന്ന് പറയാൻ പറ്റില്ല. അഥവാ ബുദ്ധിയും കൊണ്ടിരുന്നാൽ നിനക്ക് പിടുത്തം കിട്ടാത്ത ചിലത് ഇവിടെ നടക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് അറിവുകളുടെ വെളിച്ചത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ഇരമ്യാവ്, യോഹന്നാൻ സ്നാപകൻ, മറ്റു പ്രവാചകന്മാർ അറിവുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞു.
ഒരുത്തൻ വാ തുറന്നത് അറിവ് പറയാനല്ല. അവൻ വാ തുറന്നിട്ട് പറഞ്ഞു, ആർക്കും അറിയാത്തൊരു കാര്യം, ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം. അവൻ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ. പത്രോസ് പറഞ്ഞത് ഈ ഭൂമിയിലെ അറിവല്ല, കേട്ട അറിവല്ല, പറഞ്ഞു കേട്ടതല്ല, ചുറ്റുപാട് സംസാരിച്ച അറിവല്ല. പത്രോസ് പറഞ്ഞത് പിതാവ്, സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തിയതാണെങ്കിൽ, അതൊരു വെളിപ്പാടാണെങ്കിൽ, അത് സ്വർഗത്തിലുള്ളതാണെങ്കിൽ, സ്വർഗത്തിന്റെ രഹസ്യമാണെങ്കിൽ, അതൊരു വെളിപ്പാടാണെങ്കിൽ, അത് ലഭിച്ചവനോട് പറയുക, ഞാനൊരു താക്കോൽ നിനക്ക് തരുന്നു. ഈ സഭയിൽ ഇരിക്കുന്ന മുഴുവൻ പേർക്കും ഈ ദൂത് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഏകാഗ്രത നഷ്ടപ്പെട്ട് കൈയടിക്കാതെ പാടാതെ ഇന്നത്തെ പാട്ടുപാടിയത് ഏതാന്ന് പോലും അറിയാതെ ഇതിനകത്തിരിക്കുന്ന അല്ലാതെ ഒരു ഗുണവും ഇല്ലാതിരിക്കുന്നവർക്ക് ഈ വചനം ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇതിനകത്തിരിക്കുമ്പോഴും ഇറങ്ങി വരുന്ന ആത്മസാന്നിധ്യത്തിന് സ്വർഗത്തിന്റെ വെളിപ്പാട് തിരിച്ചറിയുന്നത് ഞാൻ പറയുന്നു. നിനക്ക് ചിലത് വെളിപ്പെടാനുണ്ട്, നിനക്ക് ചിലത് അറിയാനുണ്ട്. അത് മറ്റാർക്കും അറിയാം. മൂന്ന് കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. എപ്പോഴാ സഭ പണി തുടങ്ങിയെന്നറിയാമോ? 4 പുത്തനുള്ള വിശ്വാസികൾ ഒത്തിരുന്നപ്പോഴല്ല, 4 കാശുകാരെ കിട്ടിയപ്പോഴല്ല. സഭ യഥാർത്ഥത്തിൽ പണിയാൻ തുടങ്ങിയത് വെളിപ്പാടുള്ളവൻ വാ തുറന്നപ്പോഴാണ്. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ബുദ്ധി കൊണ്ട് പറയുന്നവന്റെ ബുദ്ധി കൊണ്ട് പണിയപ്പെടുന്നതല്ല സഭ. വെളിപ്പാടുള്ളവൻ എഴുന്നേറ്റാൽ, വെളിപ്പാടുള്ളവർ ഒന്നിച്ചാൽ, വെളിപ്പാടുള്ളവർ എഴുന്നേറ്റ് നിന്നാൽ അവിടെ സഭ പണി നടക്കും. എത്ര പേർക്ക് ഈ ദൂതേറ്റെടുത്തിട്ട് പറയാൻ കഴിയും? സഭ വളരാൻ, സഭ ഉയരാൻ, സഭയിൽ ദൈവനാമം ഉയർത്തപ്പെടാൻ ആദ്യം അത്യന്താപേക്ഷിതമായി വേണ്ടുന്നത് സ്വർഗീയ വെളിപ്പാട്. യേശുവേ, നിങ്ങൾ എന്നോട് ശ്രദ്ധിച്ചു വരുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സഭ പണിയാൻ നമ്മൾ ചിന്തിക്കും കുറെ കാശുകാരുണ്ടെങ്കിൽ പണിയാവുന്നു. കാശുണ്ടായിട്ടല്ല, കാശ് ഭൗതിക കാര്യത്തിന് പണം വേണം, അതവിടെ നിൽക്കട്ടെ. സഭ സ്പിരിച്വാലിറ്റിയാണ്. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പ്രസ്ഥാനം വേറെ, സഭ വേറെ. ആമേൻ പറഞ്ഞേ. സംഘടന വേറെ, സഭ വേറെ. ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ നഗരത്തിനകത്തൊരു നദിയുണ്ട്, ഈ നിവാസത്തിനകത്ത് തോടുണ്ട്. അതിന്റെ പ്രത്യേകത ഇതിനകത്ത് സന്തോഷം തരും. അതിന് പുറത്ത് കുറെ നദിയുണ്ട്, അത് കലങ്ങും. പക്ഷേ ഇതിനകത്തുള്ള നദി സന്തോഷിപ്പിക്കുന്ന നദിയാണ്. വീട്ടിനകത്ത് ഈ നദി ഉണ്ടെങ്കിൽ അത് സന്തോഷം തരും. സഭയ്ക്കകത്ത് ഈ നദി ഉണ്ടെങ്കിൽ അത് സന്തോഷം തരും. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? എന്തോ ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അറിയാമോ? നിങ്ങൾ ചിന്തിക്കലും ഭൂരിപക്ഷം പേർക്കും ഇതെല്ലാം ഉണ്ടാകാൻ പോയാണ്. പണ്ടത്തെ എൻ്റെ ഒരു വലിയ സങ്കടം, വല്ലാത്ത സങ്കടം, എന്നെ ഭരിച്ചൊരു സങ്കടം. കർത്താവേ, ഞാൻ ഇങ്ങനെ തൊണ്ട കീറി പ്രസംഗിച്ചിട്ടും, ഞാൻ ഇങ്ങനെ ആത്മാർത്ഥം നിന്നിട്ടും മാനസാന്തരപ്പെടുന്നവരെണ്ണം കുറയുന്നു, ക്രമീകരിക്കുന്ന കുറയുന്നു. ഒരിക്കൽ കുറേ വർഷത്തിന് മുമ്പ് ദൈവാത്മാവ് എന്നെ തട്ടി ഉണർത്തി പറഞ്ഞേണ്ടാ, നീ വ്യർത്ഥമായി ചിന്തിക്കുക. നിന്നെക്കാട്ടി കഷ്ടപ്പെട്ട മോശ വെള്ളത്തിലടിച്ചും പാറയിലടിച്ചും മുമ്പിൽ നടന്നും വെയിൽ കൊണ്ടും രാത്രി നടന്നു അവരുടെ പഴി കേട്ടും വെറുവെറുപ്പ് കേട്ടും കുറ്റപ്പെടൽ കേട്ടും കൊണ്ടുപോയിട്ട് ആ പുള്ളി അങ്ങ് വരെ കൊണ്ടെത്തിച്ചിട്ട് ഇവിടുന്ന് പുറപ്പെട്ടതിൽ 2 പേരേ അവിടെ കയറിയുള്ളൂ. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്ക്. രണ്ടാമത്തെ ചിന്ത വല്ലാത്ത ചിന്ത. യേശു കർത്താവിന് 12 പേരെ പേര് പറഞ്ഞ് പലയിടങ്ങളിൽ നിന്ന് ചേർത്തിട്ട് അതിനകത്ത് 2 പേർ, ഒരാൾ യേശുവിന് ഒറ്റിയും കൊടുത്ത്, ഒരാൾ സമയം വന്നപ്പോൾ തള്ളിയും പറഞ്ഞു എന്ന് പറഞ്ഞ ഭൂരിപക്ഷം പേർക്കും കിട്ടുന്നതല്ല വെളിപ്പാട്. ബുദ്ധി മാറ്റിവെച്ചിട്ട് ആരെന്നും മകൾ അകത്ത് വന്നിട്ടുണ്ടോ, വ്യക്തമായ ചിന്തകൾ മാറ്റിവെച്ചിട്ട് ആരെന്നും അകത്ത് വന്നിട്ടുണ്ടോ, അവർ ചില ഹീലിംഗ് അനുഭവിക്കും, അവർ ചില ദൈവശബ്ദം അനുഭവിക്കും, അവരുടെ സ്പർശനം അവരനുഭവിക്കും, അവരുടെ രക്തം അവരടിക്കും. എന്ന് പറഞ്ഞാൽ ചില ആശ്വാസത്തോടെ
എൻ്റെ സഭയെ പണിയും. സഭ പണിയാൻ വെളിപ്പാട് വേണം. മൂന്ന് കാര്യങ്ങളിൽ രണ്ടാമത്തത് പാതാള ഗോപുരങ്ങൾ പറയല്ലാരും ജയിക്കില്ല. സത്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പാതാള ഗോപുരങ്ങളല്ല, പാതാള വാതിലുകൾ എന്നാണ് വേണ്ടുന്നത്. ഓർമ്മയിൽ നിൽക്കുന്നവർ ഓർമ്മയുടെ പലകയിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഗോപുരങ്ങളുടെ സൈഡിൽ എഴുതി വെക്കുക. ഗോപുരം എന്ന പദം തെറ്റാണ്. വാതിൽ എന്ന പദമാണ് ഗ്രീക്ക് മലയാളവൽക്കരിച്ചാൽ വരേണ്ടത്. ഗോപുരം എന്ന് പറഞ്ഞ പദമേ അല്ല വരേണ്ടത്, വാതിൽ എന്ന പദമാണ്. ശ്രദ്ധിച്ചേ, പാതാള വാതിലുകൾ എന്ത് ചെയ്യില്ല? ജയിക്കില്ല. നിങ്ങൾക്കറിയാമോ, വാതിൽക്കലാണ് പണ്ടത്തെ കൺസെപ്റ്റ് വെച്ചാൽ ഇത് പറയുന്നത്. എല്ലാ രാജ്യത്തിനും ഒരു പട്ടണവാതിൽ കാണും ഇല്ലേ? യെരുശലേമിന് എന്തുണ്ട്? ഒരു പട്ടണവാതിലുണ്ട്. എത്ര വാതിലുണ്ട്? 12 വാതിൽ. മീൻവാതിൽ, നീർവാതിൽ, കുപ്പവാതിൽ, ആട്ടുവാതിൽ, അങ്ങനെ 12 വാതിൽ. ശ്രദ്ധിച്ചോ, ഈ പ്രധാന വാതിൽക്കലാണ് ശത്രുവോ ആരായാലും ഇഷ്ടമില്ലാത്തവർ വരുമ്പോൾ അവിടെ വെച്ചാണ് തടയുന്നത്. ഈ ചിന്ത കേട്ട് വരാത്തവർക്കൊന്നും പിടുത്തം കിട്ടത്തില്ല. ഗോപുരമല്ല, വാതിലാണ്. ശ്രദ്ധിച്ചേ, എവിടെ വെച്ചാ പ്രതിരോധിക്കുന്നേ? എവിടെ വെച്ചാ? വാതിൽക്കൽ വെച്ചാ. അന്നേരം ആ ദൂത് ഇങ്ങനെ ചിന്തിച്ചേറ്റെടുക്കണം. സഭയെ ഞാൻ പണിയും, പക്ഷെ തടയുന്ന വാതിലുകൾ നിന്നെ ജയിക്കയില്ല. ഒന്നും കൂടെ ഒരു ബലത്തിന് പറയട്ടെ, വാതിലുകളാണ്, അല്ലാതെ വാളുകളല്ല. മനസ്സിലാർക്കായ സ്തോത്രം. വാതിലുകളാണ്, വാതിലുകൾ ആക്രമിക്കാറില്ല. ശ്രദ്ധിച്ചേ, പിശാചിന്റെ സർവായുധ വർഗങ്ങളുടെ പേര് പറഞ്ഞേ. അറിയാമെങ്കിൽ പറയാം. പിശാചിന്റെ സർവായുധ വർഗങ്ങളുടെ പേര് ഉണ്ടോ? അങ്ങനെ വല്ലോ? ഇല്ല, അത് പിശാചിന്റെ അല്ലല്ലോ, നമ്മുടെ അല്ലേ. പിശാചിന്റെ സർവായുധ വർഗം ഉണ്ടോ? പിശാചിന് മിക്കാറും നമ്മൾ ആയുധം കൊണ്ടു കൊടുത്തേച്ച് പണി മേടിക്കുന്നവരാ. അങ്ങോട്ട് കൊണ്ടു കൊടുത്തേച്ച് ചോദിച്ചു പണി മേടിക്കും. നമ്മുടെ ഭയം പിശാചിനെ പറ്റിയ ഒരു ആയുധമാണ്. നമ്മുടെ നിരാശ പിശാചിന് നമ്മളെ കയറാൻ കൂടാൻ പറ്റിയ ആയുധമാണ്. അവിശ്വാസം പിശാചിന് പറ്റിയ ആയുധമാണ്. അവിശ്വാസം എപ്പോൾ തുടങ്ങുന്നോ അവിടെ അത്ഭുതം അന്നേരം നിൽക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവിശ്വാസം ജനിക്കുന്ന അന്നായിരിക്കും, അവിശ്വാസത്തിന്റെ ബർത്ത്ഡേയുടെ അന്നായിരിക്കും വിശ്വാസത്തിന്റെ ഡെത്ത് ഡേ. വിശ്വാസം ഇല്ലാത്ത സ്വന്തം പട്ടണത്തിൽ ചെന്നിട്ടും യേശുപ്പച്ചൻ ഒന്നും ചെയ്തില്ല. പുള്ളി പറഞ്ഞത് അവരുടെ അവിശ്വാസ നിമിത്തം ഞാൻ അധികം ഒന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ല. അന്നേരം ശ്രദ്ധിച്ച്, പിശാചിന് ആയുധം നമ്മൾ കൊടുക്കുക. കുറച്ചുകൂടെ പറഞ്ഞാൽ, കാൽവരിയുടെ കൽത്തളത്തിൽ അവന്റെ തലയെ അടിച്ച് തകർത്തേച്ച് വാലിട്ട് അനക്കിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്ക് നമ്മൾ കൊണ്ടുവന്ന് തല വെച്ച് കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നോ എനിക്കറിയില്ല. ഞാൻ എന്തോ പറയാൻ വരുന്നത് പിടുത്തം കിട്ടിയോ? വാളല്ല, വാതിലാണ്. വാതിൽ ആക്രമണമല്ല, തടയുകയാണ്. നമ്മുടെ പ്രത്യേകത നമ്മൾ ആക്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളോട് പോരാട്ടമുള്ളത് എന്നല്ല, നമുക്ക് പോരാട്ടമുള്ളത്. നമ്മളെ തിരിച്ചാ പഠിപ്പിക്കുന്നത്. അന്നേരം ശ്രദ്ധിച്ചു കേട്ടെ, വാതിലുകൾ, പാതാള, ആരാണ് വീണ്ടും ഗോപുരം എന്ന് പറഞ്ഞു, സൈഡിൽ എഴുതി വെച്ചേ, പാതാള വാതിലുകൾ അതിനെ ജയിക്കയില്ല. സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ശ്രദ്ധിച്ചു കേട്ടോ, കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, തലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, നിങ്ങളെ മുച്ചോട് മുടിക്കാനുള്ള സാധനമൊന്നും അവൻ്റെ കയ്യിലില്ല. അതിനു പകരം അവനൊരു വാതിലുണ്ടാക്കി നിനക്കുള്ള നന്മയെ, നിന്റെ ഉയർച്ചയെ തടഞ്ഞു വെക്കും. എത്ര പേർക്ക് മനസ്സിലായി? നിനക്കുള്ള നന്മയെ, നിനക്കുള്ള വളർച്ചയെ, ഉയർച്ചയെ തടയാനേ പറ്റൂ. പക്ഷെ ധൈര്യത്തോടെ പറ, അവന്റെ കയ്യിലില്ലാത്ത ആയുധം, അവന്റെ കയ്യിലാത്ത ആയുധം, അവന്റെ കയ്യിലാത്ത അധികാരം ഞങ്ങളുടെ മേലുണ്ടെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ ധൈര്യത്തോടെ ഇരിക്കുന്ന ഇരിപ്പിട്ട് പറയാൻ കഴിയും? പിശാചേ, 3 ദിവസം നിനക്ക് തടഞ്ഞു വെക്കാൻ പറ്റും, 3 ദിവസം നിനക്ക് അടച്ചു വെക്കാൻ പറ്റും. മൂന്നാം ദിവസം കല്ലറയുടെ വാതിൽ തുറന്ന്
വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് 3-ാം ദിവസം ഞങ്ങൾ പുറത്തു വരും, ഞങ്ങൾ ജയിക്കും. ദൈവസഭയെ പിശാച് ജയിക്കത്തില്ല. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ശക്തിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ കഴിയും? വാതിലുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ താക്കോല് തരിക. ഈ താക്കോൽ എന്തിനാന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെല്ലാവരും വരിക്കുന്നത് തുറക്കാനല്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഒന്ന് തുണയായിട്ട് വായിച്ചേ. 22:22 തോന്നുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ ഒരു താക്കോലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ആരുടെ തോളിൽ? എലിയാക്കീമിനോട് പറയുകയാണ്, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ നിന്റെ തോളിൽ, അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല. അടുത്തത്, അവൻ അടച്ചാൽ. ഇനി ഇതേ സാധനം വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. എഴുതിക്കോ. ദാവീദിന്റെ താക്കോൽ. അവിടെ എലിയാക്കീമിനോട് പറയുന്നു ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിന്റെ താക്കോൽ. എന്താണ് ഈ താക്കോൽ? എന്നെ ഒന്ന് നിവർന്ന് നോക്കി എല്ലാവരും. എന്താണ് ഈ താക്കോൽ? ഇത് തന്നെയാണ് പത്രോസിനോടും പറയുന്നത്, ഞാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഈ താക്കോൽ എന്ന് പറയുന്ന യഹൂദന്മാർക്ക് മനസ്സിലാകും. താക്കോൽ കണ്ടോ, ആദ്യം വായിച്ച യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് താക്കോൽ തോളിൽ വെക്കുമെന്ന്. എത്ര പേര് ഇന്ന് വീട്ടിൻ്റെ വാതിൽ പൂട്ടി താക്കോൽ തോളിൽ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്? തോളിൽ വെക്കാൻ വേണ്ടി ഉള്ള താക്കോലുള്ളവരൊന്ന് കൈവെക്കാവും. നമ്മുടെ ഇരിപ്പ് കണ്ട വലിയ താക്കോലുള്ളവരാണെന്നും പറഞ്ഞുള്ള ഇരിപ്പാണ്. തോളിൽ വെക്കാൻ പറ്റിയ വലിയ താക്കോലുള്ള ആരും ഇവിടെ. പക്ഷെ അന്നത്തെ ഒരാളുടെ തോളിൽ ഒരു താക്കോൽ വെച്ചു കൊടുത്താൽ അവൻ അധികാരമുണ്ടെന്നാണ് കാണിക്കുന്നത്. അധികാരമുണ്ടെന്ന്. എന്നിട്ട് എലിയാക്കീമിന് താക്കോൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, തോളിൽ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദാവീദിന്റെ അധികാരം ഞാൻ ആർക്കൂടെ കൊടുക്കും? പിടുത്തം കിട്ടുന്നുണ്ടെന്ന് എനിക്കൂടെ പിടുത്തം കിട്ടണം. ദാവീദ് ആരാണ്? രാജാവ്. ദാവീദ് ആരാണ്? രാജാവ്. രാജാവിന്റെ അധികാരം. ഇനി യഹൂദ വംശത്തിൽ പറഞ്ഞവനാണ് ക്രിസ്തു. അതുകൊണ്ട് ആ അധികാരം ദാവീദിനോട് പറഞ്ഞു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, ആർക്കും മാറ്റാൻ പറ്റാത്ത ചെങ്കോൽ. അത് ക്രിസ്തുവിനെ കുറിച്ചുകൂടെ പ്രവചനാർത്ഥത്തിൽ പറഞ്ഞൊരു വാക്കാണ്. ഇനി എന്നെ ശ്രദ്ധിച്ചേ, അധികാരം. അതിന് എന്നാ പത്രോസിനോട് പറഞ്ഞെന്നറിയാമോ? തുറക്കാനുള്ള താക്കോലല്ല, അധികാരം ഞാൻ കൈമാറുന്നു. തുറക്കുന്നത് നമ്മളല്ല. പത്രോസ് ഒരിടത്തും തുറന്നിട്ടില്ല. ചിലർ പ്രസംഗിക്കാൻ പറയും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് താക്കോൽ വെച്ച് തുറന്നു. ഒന്നുമില്ല. അതിനു മുമ്പേ തുറന്നു. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിന്നീട് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നത്. അതിനു മുമ്പേ സഭയുടെ ഫൗണ്ടേഷൻ സ്വർഗം തുറന്നു, ആത്മാവ് ഇറങ്ങി, ആത്മാവ് നിറഞ്ഞു. മനസ്സിലായവർ മാത്രം ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. പത്രോസ് തുറന്നിട്ടില്ല. സഭ തുറന്നത് പത്രോസ് അല്ല. സഭ തുറക്കാൻ സഭയുടെ താക്കോൽ കൊടുത്തിട്ട് അതിലേക്ക് തുറക്കാൻ ആർക്കും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. അത് പുത്രന്റെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യിൽ, അധികാരത്തിന്റെ കയ്യിലാ. പിന്നെ എന്താ സഭയ്ക്ക് കൈമാറിയത്? അധികാരം. സഭയ്ക്ക് കൈമാറിയത് അധികാരം. പാതാള വാതിലിനെ ജയിക്കാനുള്ള അധികാരം. സഭയ്ക്കെതിരെ തടസ്സമായി നിൽക്കുന്നവയെ ജയിക്കാനുള്ള അധികാരം. നിനക്കെതിരെ ഉയരുന്ന അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തടഞ്ഞു വെക്കുന്നവയെ ജയിക്കാനുള്ള അധികാരം. നിന്റെ തലമുറയെ പാതി വഴി തടയുന്നതിന് ജയിക്കാനുള്ള അധികാരം. എന്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, നിങ്ങളുടെ ഭാവിക്കെതിരെ തടഞ്ഞു വെക്കുന്നതിനെ ജയിക്കാനുള്ള അധികാരം ഓ നസ്രേനായ യേശു ക്രിസ്തു നിങ്ങളുടെ കൈമേൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ.
സ്വർഗരാജ്യത്തിന്റെ താക്കോല് വല്ലതും നമ്മുടെ കയ്യിൽ തന്നേച്ച് അല്ലെങ്കിൽ പത്രോസിന്റെ കയ്യിൽ തന്നിട്ട് തുറക്കാനാ പറഞ്ഞിരുന്നെങ്കിൽ അഴിക്കാനാ പറഞ്ഞേക്കുന്നത്, കെട്ടാനാ പറഞ്ഞേക്കുന്നത്. തുറക്കാനാ പറഞ്ഞെങ്കിൽ നമുക്ക് ഇഷ്ടക്കാർ വരുമ്പോൾ തുറക്കും, ഇഷ്ടക്കാർ വരാത്തപ്പോൾ അടയ്ക്കും. ഉണ്ടോ എല്ലാവരും? കർത്താവ് ചെയ്തില്ല അത്. അതിന് സെൻട്രൽ പാസ് ഏൽപ്പിച്ചാലും ബോംബ് പാസ് ഏൽപ്പിച്ചാലും അത്ര ശരിയാവത്തില്ലെന്ന് ആർക്കറിയാം. ആ സാധനം ഈ ഇരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാലും ഒട്ടും ശരിയാവത്തില്ല. എന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ചിരി, നിങ്ങളേക്കും ഇരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ആദ്യം കയ്യിൽ ആ സാധനം തന്നില്ല, പക്ഷെ നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ബോധപ്പെടുത്താൻ കഴിയും? ഞാൻ മുമ്പിരുന്നൊരു സഭയിൽ കുറച്ച് പ്രിയപ്പെട്ടവർ ആരാധനയ്ക്ക് വരാനായിട്ട് താല്പര്യം കാണിച്ചു. അവരിങ്ങനെ വന്ന് 2-3 ആഴ്ച കൂടിയപ്പോഴത്തേക്ക് അവിടുത്തെ രക്ഷാൻ ചോദിച്ചു, ഇവർ എന്താണ് ഇങ്ങനെ 2-3 ആഴ്ചയായിട്ട് വരുന്നല്ലോ? ഞാൻ പറഞ്ഞു, സന്തോഷമല്ലേ? അല്ല, ഇത് ഇവരെ ഇവിടെ എടുക്കാൻ ആര് തീരുമാനിച്ചു? ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ആരാണോ തീരുമാനിക്കണ്ടേ? ഒരു സഭയ്ക്കകത്ത് ഒരാൾ ആരാധനയ്ക്ക് വരാൻ കൂടിയിരിക്കാൻ വേണ്ടി നമ്മളെ ഈ സംഘടനാപരമായ പഠനങ്ങളാണ്. ഇത് സഭയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയൊക്കെ പെർമിഷനും യോഗ്യതയും നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് വരാൻ പറ്റില്ല. എത്ര പേർക്ക് എന്നോട് ചേരാൻ പറ്റും? താക്കോല് തന്നിട്ടില്ല, അത്രയും നിങ്ങൾ എല്ലാവരും മനസ്സിരിക്കണേ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ ഈ സഭയുടെ താക്കോലൊന്നും തന്നിട്ടില്ല. ഈ ആലയത്തിൻ്റെ താക്കോലേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ആരുടെ മുമ്പിൽ വാതിലടയ്ക്കാൻ, നിങ്ങൾക്ക് ആരുടെ മുമ്പിൽ വാതിലടയ്ക്കാൻ ദൈവം അധികാരം തന്നിട്ടില്ല. സഭ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം നിങ്ങളെ തിരിച്ചറിയിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഭ വന്ന് ഏകദേശം ഒരുമാതിരി വെള്ളത്തിൽ വീണ് മഴ അറിഞ്ഞിരി കടത്തിനെ കയറി നിൽക്കുന്ന കോഴിയെപ്പോലെ ഇരിക്കാനല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ചേർത്ത് പറഞ്ഞത്. അതുപോലെ ചിലർ വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ടേച്ച് ഒരു പരുവത്തിൽ വന്ന സഭ, ഞാൻ ചിലരെ വരുന്നതേ കണ്ണു തുറന്ന് നോക്കത്തില്ല, പോകുന്നത് ഒട്ടും നോക്കത്തില്ല. എൻ്റെ ആത്മീയ ആവേശം കെടാതിരിക്കാൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ നിങ്ങളെ കണ്ടാൽ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തൊരു അധികാരം വേണം. എത്ര കൊട്ടി അടയ്ക്കുന്ന വാതിലുകളെ പൊളിക്കാൻ, അതിനെ പ്രതിരോധിക്കുന്ന, തടസ്സം വരുത്തുന്നതിനെ ജയിക്കാൻ കഴിയുന്ന ഒരധികാരം സ്വർഗം എനിക്ക് തന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ കഴിയും? ഈ വാക്യം ഭൂമിയിൽ കെട്ടുന്നതൊക്കെ പറഞ്ഞല്ലാരും. ഭൂമിയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള വാക്യം. ഞാനതാ പറഞ്ഞു, ഇന്ന് ഈ പകൽക്കാലം പ്രസംഗത്തിൽ ശ്രദ്ധിച്ചിരിക്കാത്തവർക്ക് ഒരു കാര്യവും പിടുത്തം കിട്ടത്തില്ല. ഇതുവരെ കേട്ടത് മാറിയ ഒരു ചിന്തകളാണ് പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ, അങ്ങനല്ലേ വാക്യം? വായിക്കുമ്പോൾ തോന്നാൻ സാധ്യതയുള്ളതും നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് തെറ്റായി ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ്. അങ്ങനെ വാക്യം എഴുതേക്കുന്നത്. ഇവിടെ കെട്ടുമ്പോൾ എവിടെ കെട്ടും? അങ്ങനെ ഇരുന്ന് ചിലരങ്ങ് കെട്ടും. അവളെ കെട്ടി, അവനെ കെട്ടി, മാറിക്കെട്ടി, നന്മ കെട്ടി, പിറക്ക് കെട്ടി. അവിടെ നിന്ന് കെട്ടത്തേ ഉള്ളൂ. അങ്ങനൊന്നുമല്ല ആ വചനം. തെറ്റായി പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചിലരങ്ങ് കെട്ടും, ഇഷ്ടപ്പെടാത്തവരെ മുഴുവൻ കെട്ടും. പെന്തിക്കോസ്തുകാരെ പഠിപ്പിച്ചു വെച്ചേക്കുക. കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്രേ, ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വഴിതെറ്റിപ്പോലും വന്നാൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ 55 വയസ്സുള്ള ഒരാൾ വിളിച്ചു. വേറൊരു കുടച്ചിലുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് 27 വയസ്സേ ഉള്ളൂ, ഞാനൊരു പെങ്കൊച്ചിനെ സ്നേഹിച്ചിരുന്നു, അന്നേരം ഇൻട്രസ്റ്റ് ഉള്ള കഥയാണ്ട് പറ. പിന്നെ എന്നിട്ട് അത് അവള് ഞാനുമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം പുള്ളി എന്നിട്ട് അവള് എന്നെ ഇഷ്ടമായിരുന്നു, എന്നിട്ട് ബാക്കി ഇങ്ങനെ അപ്പുറം ഫോൺ സംഭാഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പുള്ളി പറഞ്ഞു, ചെറുക്കനല്ല 55 വയസ്സുള്ള, നമുക്കറിയാവുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞു, എനിക്ക് 27 വയസ്സുള്ള, അവളിപ്പോൾ എന്നെ തേച്ചേച്ച് പോയി, അവൾക്ക് എന്നെ ഇപ്പം ഇഷ്ടമല്ല. അന്നേരം പുള്ളി ചോദിച്ചു, നിനക്ക് ഇഷ്ടമാണോ? ആണ്. പിന്നെ വെളിപ്പാട് കാണാൻ തുടങ്ങി. ഞാൻ കാണുന്നു അവളുടെ അമ്മയ്ക്കും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടമായിരുന്നു അത്രേ. അന്നേരം ചെറുക്കൻ പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നു? ഇല്ല, മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ വിഷയം ഇതൊന്നുമല്ല, അടുത്ത പരിപാടി ഞാൻ പ്രാർത്ഥിച്ചു വശീകരിച്ചു കൊണ്ടുതരാവും.
എനിക്കറിയില്ല ഇത് ഏത് ആത്മാവാന്നേ. ഞാൻ വചനത്തെ നീതി പുലർത്തി പറയുന്നു. ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ, അങ്ങനല്ലേ വായിച്ചിരിക്കുന്നത്? ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അങ്ങനെ വായിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നാം തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ അങ്ങ് കെട്ടിയാൽ മതി. കർത്താവ് നമുക്ക് വേണ്ടി, പുള്ളിക്ക് കൊട്ടേഷൻ പണിയല്ലേ പിന്നെ മൊത്തം. നമ്മൾ ഇവിടുന്ന് കിട്ടും, ബാക്കി പുള്ളി അവിടെ നിന്ന് കിട്ടും. നമ്മൾ ഇവിടുന്നോട്ട് ബാക്കി പുള്ളി അവിടെ അല്ല. അതിനകത്ത് അങ്ങനല്ല വേണ്ടേ. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഇതിനകം സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കണം. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഇതിനകം സ്വർഗത്തിലും അഴിഞ്ഞതായിരിക്കണം. അതിന്റെ അർത്ഥം ഇനി ആദ്യം ചിന്തിച്ച ചിന്ത, 11 പേർക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥലം, 11 പേർക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പത്രോസ് പറഞ്ഞു, നീ ആള് മോശക്കാരനല്ല, നീ മറിയയുടെ മകനാന്ന് പലരും പറയുന്നു, നീ യോസഫിന്റെ തച്ചന്റെ മകനായ ആശാരി ചെക്കനാന്ന് പറയുന്നു. അതിനപ്പുറം ഒരു വെളിപ്പാടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്റെ പൊന്നു കൂടപ്പറപ്പേ, കാണുന്നതെല്ലാം വാ തുറന്ന് കെട്ടിയും പൂട്ടിയും നടക്കല്ലേ. നീ ഇവിടെ കെട്ടുന്നത് അവിടെ കെട്ടിയിരിക്കുന്നതിന്റെ പ്രഖ്യാപനത്തെ കുറിച്ചാണ് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ഇത്രയേ ഉള്ളൂ. അവിടെ ഇല്ലാത്തത് ഇവിടെ പറയാനല്ല, അവിടെ നടക്കാത്തത് ഇവിടെ പറയാനല്ല. അവിടുത്തെ കുറിച്ച് നിനക്കുള്ള വെളിപ്പാടുണ്ടാകണം, നിനക്കൊരു റെവലേഷൻ ഉണ്ടാകണം. അത് കണ്ടിട്ട് അവിടെ ഉള്ളത് സഭയിൽ പ്രഖ്യാപിക്കണം. സ്വർഗത്തിൽ എന്തഴിഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പ്രഖ്യാപിക്കാനുള്ള അധികാരത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് കൈമാറുന്നു. പടുകുഴിയിൽ പാപച്ചേറ്റിൽ കിടക്കുന്ന ഒരുത്തനോട് സുവിശേഷം പ്രസംഗിക്കാൻ, നിന്റെ പാപം മോചിക്കുമെന്ന് പറയാൻ അധികാരം അവൻ നിനക്ക് തന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോ? പടുകുഴിയിൽ പാപത്തിന്റെ ചേറ്റിക്കിടക്കുന്ന ഒരുത്തനെ ചേർത്ത് പിടിച്ചിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, യേശു നിന്റെ പാപം മോചിക്കുമെന്ന്. അത് നിനക്ക് തന്നെ അധികാരമാ. പക്ഷേ അവനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നത് പറയാൻ നിനക്ക് അധികാരം തന്നിട്ടില്ല. രണ്ട് വ്യത്യാസം മനസ്സിലായവരെ ഓർത്ത് സ്തോത്രം. സ്വർഗം തരാത്ത അധികാരം, സ്വർഗം അഴിക്കാത്തതൊന്നും അഴിക്കാൻ, സ്വർഗത്തിൽ നടക്കാത്തതൊന്നും പറയാൻ സ്വർഗം നമുക്ക് അവകാശം തന്നിട്ടില്ല. വെളിപ്പാടുള്ളവർ അവിടുത്തെ ഹിതം പ്രഖ്യാപിക്കുന്നവരായിരിക്കും. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ഒരു ഗൗരവമായ വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. അന്നേരം ഈ സ്വർഗരാജ്യവും സഭയും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഹലോ, എല്ലാവരും ഉണ്ടോ? സ്വർഗരാജ്യവും സഭയും തമ്മിൽ കണക്ഷൻ, അവിടുമായിട്ട് കോണ്ടാക്ട് ഉള്ള, അവിടുത്തെ കാര്യങ്ങളെ അറിയാവുന്നവർക്ക് ഇത് പറയാൻ പറ്റും. അവിടുന്ന് അതുകൊണ്ടല്ലേ പൗലോസ് ധൈര്യത്തിൽ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു എന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവർ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി സ്തോത്രം ചെയ്ത് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ആണോ അങ്ങനെ പറഞ്ഞില്ലേ? ഇത് സ്ഥാനം പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി? പുള്ളി പറഞ്ഞു കർത്താവിങ്കിൽ നിന്ന്. നിങ്ങൾക്കറിയാമോ, ചില ആൾക്കാർ പറയും പൗലോസ് ഹൈസ്കൂളിൽ പഠിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഹൈസ്കൂളിൽ പഠിക്കണ്ടെന്നൊക്കെ പറയും. ഞാൻ അവരോട് പറയും, ശരി കുഴപ്പമില്ല, മുട്ടിന്മേലിരുന്നാ പഠിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല. പൗലോസ് രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ 3 വർഷം പുള്ളി മരുഭൂമിയിലായിരുന്നു. അതുപോലെ രക്ഷിക്കപ്പെട്ട ഒറ്റ പോക്ക് പോകണം, മരുഭൂമിയിൽ പോയിരിക്കണം. പിന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യരുത്? 3 വർഷം കർത്താവുമായിട്ട് സമ്പർക്കം പുലർത്തി പ്രാപിക്കേണ്ടത് പ്രാപിക്കുകയും കാണേണ്ടത് കാണുകയും ചെയ്തിട്ട് തിരിച്ചു വന്നവന്റെ പേരാ പൗലോസ്. അവനെ കുറിച്ച് പറയുന്നു വെളിപ്പാടിന്റെ ആധിക്യം. എന്താണ് പറയേണ്ടത്? എന്താണ് സഭയിൽ പ്രസംഗിക്കേണ്ടത്? എന്താണ് സഭയിൽ വിളിച്ചു പറയേണ്ടത്? വായിത്തോന്നുന്നതല്ല, അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതല്ല. സ്വർഗത്തിൽ വ്യക്തമായത് വേണം ഭൂമിയിൽ പ്രസ്താവിക്കാൻ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ? ഒരു കണക്ഷൻ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ വീട്ടിലൊരു 4-5 അംഗം ഉണ്ടെന്നിരിക്കട്ടെ, അതാണല്ലോ നമ്മൾ കൂടുന്നതാണ് ഒരു ഫെലോഷിപ്പ്. ആ ഫാമിലീസ് എല്ലാം കൂടെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതാണ് ഇതിന് വലിയൊരു ഫെലോഷിപ്പ്. ആ വീടും ആ സംഭവമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? സ്വോത്രം പോയൊരു പോക്കെ.
അല്ലാതെ ഇത് ഈ പ്രസംഗിക്കുന്ന ഒന്നും പിടുത്തം കിട്ടണമെന്നില്ല. എന്നെ കുറ്റം പറയരുത്. കാര്യം ഈ എന്തോ കാര്യം പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് പിടുത്തം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതുമായിട്ട് സഭയും സ്വർഗരാജ്യവും തമ്മിൽ വല്ലാത്ത കണക്ഷൻ. സഭ സംസാരിക്കുന്ന മൊത്തം അവിടുത്തെ കാര്യമേ പറയും. നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ ദൈവമക്കളെ? അവിടെ അഴിഞ്ഞ കാര്യമേ ഇവിടെ അഴിയുമെന്ന് പറയൂ. അവിടുത്തെ മഹത്വം പ്രസ്താവിക്കാനുള്ളൊരു ധൈര്യം, അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും? നേരത്തെ സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ടത് പ്രഖ്യാപിക്കുക എന്നതാണ് പത്രോസിന് കൊടുത്ത അധികാരത്തിന്റെ വ്യത്യാസം. അല്ല, നമ്മൾ വിചാരിക്കുന്നവർക്ക് ചെന്ന് തുറന്ന് ഇങ്ങനെ പോകാന്നല്ല. സ്വർഗത്തിലെല്ലാം സ്ഥിരമാണ്. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. സ്വർഗത്തിലെല്ലാം സ്ഥിരമാണ്, അതിനെന്തില്ല, മാറ്റമില്ല. വചനം എന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിൾ സൊസൈറ്റി അടിച്ചെന്ന ഈ ബുക്കിന്റെ കാര്യമാണ് പറയുന്നതെന്ന് ചിന്തിക്കരുത്. ഇത് കോപ്പിയാണ്, ഫോട്ടോ കോപ്പിയാണ്, സിറോക്സ് ആണ്. വചനം ആകാശവും ഭൂമിയും അതിനുള്ളതെല്ലാം ഒഴിഞ്ഞു പോയാലും മാറത്തില്ല എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചല്ല, സ്വർഗത്തിൽ സ്ഥാപിതമായ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച്. നിങ്ങൾ നോക്കിക്കേ, എങ്ങനെയാണ് സമാപന കൂടാരം പണിതത്? ആരായിരുന്നു എഞ്ചിനീയർ? ആരാണ് കോൺട്രാക്ടർ? ആരാണ് പ്ലാൻ വരച്ച ആള്? ആരാ പ്ലാൻ വരച്ചേ? മുകളിൽ നിന്ന് വന്ന് അളവ്, തൂക്കം, ഒരു കുറ്റിക്ക് വേണ്ടുന്ന വെള്ളി എത്ര വേണം, ഇതിനപ്പുറം ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുതെന്ന് അന്നേ നിശ്ചയിച്ചെങ്കിൽ രക്തം കൊടുത്ത് സ്ഥാപിച്ച സഭയോട് എന്തുമാത്രം കടപ്പാടുണ്ടായിരിക്കും. ഒരണുവിട അവനവന്റെ ഇഷ്ടത്തിന് മാറ്റി പണിയേണ്ടത്, അവനവന്റെ ഇഷ്ടത്തിന് പണി നടത്തേണ്ട സ്ഥലത്തിന്റെ പേരല്ല സഭ. താക്കോല് ഞാൻ തരുന്നു, അവിടുത്തെ അറിഞ്ഞിട്ട് ഇവിടെ പ്രഖ്യാപിക്കുക, അവിടുത്തെ കാര്യം മനസ്സിലാക്കി ഇവിടെ പ്രഖ്യാപിക്കുക. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കണ്ണാടി നോക്കാതെ ഇന്ന് രാവിലെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? കണ്ണാടിയിൽ നിങ്ങൾ നിങ്ങളെ കണ്ടെങ്കിൽ കണ്ണാടിയിൽ കണ്ടതല്ല, നിങ്ങളുടെ പ്രതിരൂപമാണ് കണ്ണാടി. നിങ്ങൾ ഇവിടെ കാണേണ്ടതെല്ലാം, ഇവിടെ കാണിക്കേണ്ടതെല്ലാം അവിടെ എന്തുണ്ടോ അതായിരിക്കണം ഇവിടെ കാണിക്കേണ്ടത്. എഫെസിലേക്ക് പറയുന്നില്ലയോ, അവൻ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ പദത്തിലേക്ക് പൗലോസ് നമ്മെ കൊണ്ടുപോയി ഈ വെളിപ്പാടാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ ഇപ്പൊ ഇരിക്കുന്ന ഇവിടെ 12:30 വരെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ പൗലോസ് പറയുന്നു നമ്മൾ എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് സ്വർഗരാജ്യമായിട്ട് കണക്ഷൻ ഉണ്ടായിട്ട് അവിടുത്തെ പ്രതിഫലനം ഇവിടെ വേണം. ഇനി നിങ്ങൾക്കറിയാമോ, ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചതോ പറഞ്ഞു, 10 കൽപ്പന ദൈവം തന്നില്ലേ? അല്ലേ? കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കാണാതെ പറയും. പണ്ടൊരാണ്ട് ചോദിച്ചു, കല്യാണത്തിന് കുറി വാങ്ങിക്കാൻ വേണ്ടി വന്ന് 10 കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 10 പറഞ്ഞു. അന്നേരം അച്ഛൻ ചോദിച്ചു 10? 12 എവളോളാം? 20 ഇനി അങ്ങോട്ടും ഇങ്ങോട്ടില്ല 20. അച്ഛൻ പറഞ്ഞു പോയി പഠിച്ചേച്ച് വരെ. ഇവൻ തിരിച്ചിറങ്ങി വരുമ്പോൾ അടുത്ത ആള് അങ്ങോട്ട് പോയാ കുറി മേടിക്കാൻ. ഇത് അച്ഛൻ അന്നേരം അവൻ കയറിപ്പോന്ന ആളോട് ഈ പുള്ളി ചോദിച്ചു 10 കൽപ്പനയൊക്കെ അറിയാവോ? പിന്നെ എത്ര ഉണ്ട്? 10. 20 പറഞ്ഞിട്ട് ഒത്തില്ല, നീ അങ്ങോട്ടല്ലേ. സത്യത്തിൽ പഴയ നിയമം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. പഴയ നിയമം മുഴുവൻ 10 കൽപ്പനയുടെ വിശദീകരണമാണ്. ഇനി നിങ്ങൾക്ക് പറയാം, ട്രാഫിക് നിയമം കണ്ടിട്ടില്ലേ? 2 തരത്തിലാണ്. ചിലത് നീ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. വെള്ളിമല കഴിഞ്ഞ് തെമ്മലോട്ട് പോകുമ്പോൾ അവിടെ വളവുണ്ട്. വളവിൽ ചെല്ലുമ്പോൾ 30 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 90 പോയാൽ, ഞങ്ങൾ പോലീസുകാർ അവിടെ ഇല്ലേ കുഴപ്പമൊന്നുമില്ല. 90 പോയാൽ തൂത്തുവാരാൻ ചൂട് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. 30 പോയാൽ നിനക്ക് കൊള്ളാം. വേറെ ചിലത് അങ്ങനല്ല. പുനലൂർ ടൗണിൽ ട്രാഫിക് ലൈറ്റ് റെഡ് കത്തിക്കിടക്കുന്നു. എൻ്റെ അളിയൻ അവിടുത്തെ എസ് ഐ എന്നും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയാൽ ഇപ്പൊ പോലീസ് ഇല്ലേലും 1500 രൂപ വീട്ടിൽ വരും. കർശനമായി പാലിച്ചേ പറ്റും. 1, നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നോക്കിക്കോ. 2, വേണമെങ്കിലല്ല, ഇതിനകത്തെ അംഗമാണെങ്കിൽ, ഈ പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ കർത്താവ് രക്ഷകനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അണുവിട മാറാൻ
മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനൊന്നും അല്ല. ഈ പ്രമാണത്തിൽ നാണ്ണുവിട മാറാൻ വ്യവസ്ഥയില്ല. അവിടെ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം. ഇവിടെ പറയുന്നു കത്രിമേശ കാണുമ്പോൾ ഒന്ന് ശുശുശു എന്ന് പറഞ്ഞത് എടുക്കാവെന്ന്. അങ്ങനൊരു വ്യവസ്ഥ അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവിടുത്തെ, ഇനി ഒന്നുകൂടെ പറയാം, സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ജില്ലാ കോടതിയുടെ ജഡ്ജി ആ വിധി വായിച്ചു പ്രസ്താവിക്കണം. പകരം അതിലൊരു വള്ളിയോ പുള്ളിയോ എഴുതി ചേർത്താൽ വിവരമറിയുമെങ്കിൽ ഈ വചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പാപത്തിന് പരിഹാരം മനഃപൂർവമായുള്ള ഏറ്റുപറച്ചിലും ഉപേക്ഷിക്കലും അല്ലാതെ വേറെ പരിഹാരമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അത് പ്രഖ്യാപിക്കാനാ നമ്മളെ ദൈവം കൊണ്ടുവന്നേ. ഇറങ്ങി തെരുവിൽ നിൽക്കുന്ന എന്തിനാ? അല്ലല്ലോ മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ വിളിച്ചു പറയാം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ. എന്നാ ഉവ്വ പറയുന്നേ? ഇതെങ്ങാനും സഭയെ പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസത്തിന്റെ കാര്യം പോയി. ഇത് കാലം തികഞ്ഞെന്ന് പറഞ്ഞാൽ 6.25 മാസത്തിൽ കായ്ക്കുന്നൊരു നല്ല നീലം മാങ്ങ മേടിച്ച് തൈ വെച്ചു. 7 മാസമായിട്ടും കായ്ച്ചില്ല, 8 മാസമായിട്ടും കായ്ച്ചില്ല. അമ്മാമ്മ പറഞ്ഞ അച്ഛ അവിടെ നിൽക്കട്ടെ, 9 മാസത്തിൽ ശാന്തയുടെ വീട്ടിൽ കായ്ച്ച കേട്ടിട്ടുണ്ട്. 9 കായ്ക്കും. 9 പോയിട്ട് 10ലും കായ്ച്ചില്ല. അച്ചായൻ ചെന്ന് ആ മാവിനോട് പറയാൻ പറ്റിയൊരു വാക്യമാണ്, മാവേ നിന്നെക്കുറിച്ച് പറഞ്ഞ 6.25 മാസം കഴിഞ്ഞിട്ട് 7, 8, 9, 10 കാലം തികഞ്ഞു. രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ഊറ്റം കൊണ്ട് കാലഘട്ടത്തെ വിളിച്ചു പറയുന്ന സീനിയാരിറ്റി പറയുന്നവരോട് ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു, സ്വർഗത്തിനത് കേൾക്കണ്ട, സ്വർഗത്തിനത് കേൾക്കണ്ട. നിന്റെ അടുക്കൽ വന്നിട്ട് നിന്റെ കാലത്തിനൊത്ത ഫലമുണ്ടോ എന്ന് നോക്കാൻ ഉടമസ്ഥൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അകത്താവേശത്തോടെ ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര പേർ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്? മാറ്റാൻ പറ്റത്തില്ല. ഓം ഭാഷ നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ തലയിൽ കവിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. കള്ളൻ തട്ടിട്ട് വന്നവൻ്റെയും വ്യഭിചാരം ചെയ്തവൻ്റെയും മോഷ്ടിച്ചവൻ്റെയും തലയിൽ കൈവച്ചിട്ട് ദൈവം നിന്നോട് ക്ഷമിക്കട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോടാലി എൻ്റെ പടലിരിക്കും. അതിൻ്റെ ഒറ്റ ഉദാഹരണം, മുനിസിപ്പൽ കോടതി കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പുനലൂരിൽ. ഞാൻ പോയിട്ടുണ്ട് 2 നോട്ടൊക്കെ അവിടെ. ഇങ്ങനെ ഞാൻ അവിടെ വെളിയിൽ നിന്നിട്ട് അകത്ത് നടക്കുന്ന എന്തുവാന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ടുണ്ട്. എന്നെ പോലെ കുറേ പേര് നിൽക്കുന്ന കണ്ട് സത്യം നിയമക്കളെ 10 മിനിറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2 പേരിൽ ആരാ കുഴപ്പക്കാരെന്ന്. എന്നിട്ടും ആ ജഡ്ജി മിണ്ടുന്നില്ലെന്ന്. ഒരു വക്കീൽ കുറച്ചിനോട്ട് വായിക്കും, ഒരു വക്കീൽ അടുത്തിന് വായിക്കും. 10 മിനിറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനാണ്. ഞാൻ അവിടെ നിന്നേ ചൊറ്റ വിളിച്ച് പറയാ, സാറേ ഇവനാ കുഴപ്പം, ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നെന്ന് പറയുകയോ പകരം അല്ല സാറേ ഇവനെ എനിക്കറിയാം, വലിയ കുഴപ്പമില്ല, ഇവനെ വെറുതെ വിട്ടിരിക്കുന്നത് പറയുകയോ ചെയ്താൽ അവനെ വിടും, ഞാൻ അകത്തും കിടക്കും. ഇവിടെ കുത്തിയിരുന്ന് ഭാഷക്ക് നന്മ തുറന്നു തരണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ പാപത്തിൻ്റെ കറ കഴുകാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കോ എനിക്കും അവകാശമില്ല. കാര്യം അത് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? നീ പറയാം. ഇനി ഒരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിച്ചേ. പത്രോസിന് മനസ്സില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിന് സത്യത്തിൽ മനസ്സില്ല. പുള്ളി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് മോളിൽ കയറിയ അന്നേരം പുള്ളിക്ക് വിശപ്പൊക്കെ വന്നു. പത്രോസ് സത്യത്തിൽ മനസ്സ് തുറന്ന് പറഞ്ഞ പിന്നീടാ. പക്ഷെ ആദ്യമേ ആകാശത്തുനിന്ന് 4 കോണും കെട്ടിയ ഒരു തൂപ്പെട്ടി ഇറങ്ങി. സകല ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളിൽ നടന്ന തൂപ്പെട്ടി. എന്താണ് പത്രോസിനോട് പറഞ്ഞത്? കുഞ്ഞുങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? പത്രോസിനോട് എന്താണ്? ഏതാ? തിന്നോ? പുള്ളി തിന്നോ? എന്ത്? എന്നാ നല്ല കുറച്ച് പോത്തും കാളയൊക്കെ ഉള്ളതല്ലേ, അതിനകത്ത് കഴിച്ചൂടെ? കഴിച്ചില്ല. കഴിച്ചോ? എന്താണ് ദൈവം പറഞ്ഞത്? ബൈബിൾ വായിക്കാൻ ശീലമുള്ളവർ പറഞ്ഞു, ദൈവം എന്താ അവനോട് പറഞ്ഞു? അത് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ തിന്നത്തില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നാ പറഞ്ഞു?
ആ, ഞാൻ ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് എണ്ണരുത്. ഇത് 2-3 വട്ടം പറഞ്ഞിട്ട് പുള്ളി തിന്നോ? ഇല്ല, സാധനം കയറിപ്പോയി. ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലായി, ഈ കാളയെ തിന്നാനോ പാമ്പിനെ തിന്നാനോ ആടിനെ തിന്നാനോ കോഴിയെ തിന്നാനോ അല്ല പറഞ്ഞേ. ഈ സാധനം കയറിപ്പോയപ്പോൾ താഴെ നിന്നൊരു വിളി, പത്രോസച്ചാ. താഴേട്ട് നോക്കിയപ്പം കൊർന്നല്യൂസിൻ്റെ വീട്ടിൽ നിന്ന് 2-3 പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയാനാ വന്നേ. അന്നേരം നേരത്തെ കണ്ട ദർശനം എന്തുവാ? ഞാൻ വിശുദ്ധീകരിച്ചതിനെ. സത്യത്തിൽ പത്രോസിന് മനസ്സില്ല ജാതികളുടെ കൂട്ടത്തിൽ പോകാൻ. അതുവരെ ജാതികൾ രക്ഷിക്കപ്പെട്ടു വരുന്നൊരു സംവിധാനം അന്നില്ല. ഒരുത്തൻ യഹൂദനാവണമെങ്കിൽ 8-ാം നാളിൽ പരിചയം നിൽക്കണം. അന്നേരം ജാതികളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരു മനസ്സ് ഇവന്റെ അടിത്തട്ടിൽ പാടുന്നു, കൈയടിക്കുന്നു, തുള്ളുന്നു, ആരാധിക്കുന്നു, കൂടാരാ കൂടാരാ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവന്റെ അകത്തിപ്പോഴും സാധനം ശരിയല്ല. ഇത് അറിഞ്ഞിട്ട് ഇവനൊരു വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാടിനകത്ത് ആകെ പ്രതിനിധിച്ച ശബ്ദം, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ എന്ത് ചെയ്യരുത്. പത്രോസിന് ഇഷ്ടമല്ല, പക്ഷെ പത്രോസിനെ തോട് ദൈവം പറഞ്ഞ ദൂത്, ഞാൻ ശുദ്ധീകരിച്ചതാ. സ്വർഗം അശുദ്ധിയായി കാണാത്തതിനോട്, സ്വർഗം വെറുക്കാത്തതിനോട്, സ്വർഗം മാറ്റി നിർത്താത്തതിനോട്, സ്വർഗം മാറ്റി നിർത്താത്തതിനെ നീ മാറ്റി നിർത്തരുത്, സ്വർഗം വെറുക്കാത്തതിനെ നീ വെറുക്കരുത്, സ്വർഗം തള്ളിക്കളയാത്തതിനെ നീ തള്ളിക്കളയരുത്. ഇന്നത്തെ പെന്തിക്കോസും പെന്തക്കോസ്തുകാരുടെ ലജ്ജാവകമായി പറയാൻ പറ്റുന്നൊരു കാര്യം, ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൈ കൊടുക്കുക. പണ്ട് ഇപ്പൊ കാല് കഴുകുന്ന ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലേ? കാല് കഴുകുന്ന വെച്ചാൽ അവസാനം നമ്മൾ നിർത്താൻ കാര്യം, കാല് കഴുകുന്ന ഉണ്ടെന്ന് പറഞ്ഞാലേ അപ്പോഴേ അവർ ഗ്രൂപ്പ് ചേരും. നിന്റെ കാല് ഞാനും, എൻ്റെ കാല് നീയും കഴുകുക. പിന്നെ അവസാനം അന്ന് അടുത്തടുത്തിരുന്ന് പൊക്കിക്കൊണ്ടുപോയി കാല് കഴുകുന്ന കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? പത്രോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചു, നീ മലിനമെന്നെണ്ണരുത്. നിങ്ങൾക്കറിയാമോ, ആ ദൂതേറ്റെടുത്ത് കൊർന്നല്യോസിന്റെ വീട്ടിൽ, ശതാധിപന്റെ വീട്ടിൽ ചെന്ന് കയറിയതിനകത്ത് പരിശുദ്ധാത്മാവോട് ഇറങ്ങി വന്നെങ്കിൽ, എവിടെയാ ആത്മാവ് ഇറങ്ങുന്നത്, എവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, എവിടെയാ ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നത് അറിയാമോ? സ്വർഗത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് ഭൂമിയിൽ പ്രസ്താവിക്ക്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ നിർത്താം. നാൾ വന്നു, 50-ാം നാൾ വന്നപ്പോൾ മുഴക്കമുണ്ടായി, വീട് മുഴുവൻ നിറച്ചു. നിങ്ങൾ വീട്ടിൽ പോയി മെഡിറ്റേറ്റ് ചെയ്താൽ ഞാൻ ആ ചിന്ത അങ്ങ് പറയാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദേശത്തിൻ്റെ പേരും, ആ ദേശക്കാരെല്ലാം അവിടെ വന്നു. പത്രോസ് ഇവരോട് പ്രസംഗിച്ചു. അന്നത്തെ ദിവസം സഭയ്ക്കകത്ത് കയറിയവരുടെ എണ്ണം 3000-ത്തിലധികമായിരുന്നു. നിങ്ങൾ നല്ല ആമേൻ പറയുന്നതായിരുന്നു എൻ്റെ വിശ്വാസം. 3000-ത്തിലധികം പേർ അന്ന് വെള്ളത്തിലിറങ്ങി. എപ്പോഴാണെന്നറിയാമോ? പത്രോസ് തുറന്നപ്പോഴല്ല, സ്വർഗം തുറന്നു. പിന്നെ എന്നാ പത്രോസ് ചെയ്തത്? പത്രോസ് സ്വർഗത്തിൽ എന്തുണ്ടോ അത് ഭൂമിയിൽ പ്രസ്താവിച്ചു. സ്വർഗത്തിൽ എന്തുണ്ടോ അത് ഭൂമിയിൽ പ്രസ്താവിച്ചു. എഴുന്നേറ്റ് അവന്റെ പ്രസംഗം മൊത്തം വീട്ടിൽ പോയി ധ്യാനിച്ചു നോക്കിക്കേ. അതിനകത്ത് മുഴുവൻ ഉയർന്നു നിൽക്കുന്ന ചിന്ത, സ്വർഗത്തിൽ എന്താണോ, ദൈവത്തിന്റെ മനസ്സെന്താണോ, ദൈവത്തിന്റെ ഹൃദയം എന്താണെന്നുള്ളതാണ്. ഇനി പുതിയ നിയമസഭ അഭിമുഖിച്ച ഏറ്റവും വലിയ പ്രശ്നം 8-ാം അധ്യായം 14-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി തന്നെ. ശ്രദ്ധിച്ചേ, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, പാപം മോചിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പറ്റുമോ? പക്ഷെ പത്രോസും യോഹന്നാനും ചെന്ന് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? അപ്പൊ എന്തിനു കിട്ടി? പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു. പാപം അടുത്തിരിക്കുന്നതാണ്, പാപം മോചിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുക. അതുകൊണ്ട് ആ കുംഭസാരത്തിന് നമ്മൾ യോജിക്കാത്തത്. വ്യവസ്ഥയില്ല. പക്ഷെ വ്യവസ്ഥയുണ്ട്. അധികാരത്തോടെ ദൈവം നിയോഗിച്ച ശുശ്രൂഷകൻ
യോഹന്നാനും പത്രോസ് യോഹന്നാനും അവരെ മേൽ കൈവച്ചപ്പോൾ അവരെന്ത് പ്രാപിച്ചു? പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. സഭയിൽ പരിശുദ്ധാത്മാവ് വേണം. സഭയിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം വേണം. സഭയിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവർ വേണം. അല്ലെങ്കിൽ ഇവർ അടുത്തവന്റെ മേൽ കൈവെക്കാൻ പോണ്ടല്ലോ. ഇത്ര വർഷമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം. ഞാൻ ആത്മഭാരത്തോടെ പറയാ, ഒരു സുവിശേഷകന്റെ ആത്മഭാരത്തോടെ എനിക്കും ദൈവകൃപ എന്താണെന്ന് രുചിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിന് നമ്മൾ പ്രസംഗിച്ചു. എനിക്കും പരിശുദ്ധാത്മാവിൽ ആരാധനയും ആ ശുശ്രൂഷ എന്താണെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അനുഭവം ഇവിടെ പലർക്കും ഉണ്ടായിരിക്കും, എത്ര ഭാരം ഉണ്ടായാലും, എത്ര വേദന ഉണ്ടായാലും, എത്ര ഒറ്റപ്പെടലുണ്ടായാലും ഞാൻ ഇന്ന് വരെ പിടിച്ചു നിൽക്കുന്നത് പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ കൃപ ഇപ്പോഴും ബാക്കിയുള്ളത്. ഒറ്റയ്ക്ക് കയറിയിരുന്ന മതി. ഒന്ന് ആത്മാവിലൊന്ന് ആരാധിച്ചു നോക്കിക്കേ. ഒറ്റയ്ക്ക് കയറി നിന്ന് ആത്മാവിൽ പാടി നോക്കിക്കേ. ഞങ്ങൾക്കറിയാത്തൊരു ടേസ്റ്റ് ഞങ്ങൾക്കറിയാം. നീ അറിയാത്തൊരു കൃപ ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. നിനക്കറിയാത്തൊരു ആത്മീയ തലം ഇവിടെ ഉണ്ട്. നിനക്കറിയാത്തൊരു ആത്മസന്തോഷം ഇവിടെ ഉണ്ട്. കൈവെപ്പിനാൽ സഭയിൽ മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ ഇത് വലിക്കാതെ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ സഹിതം, തലമുറകൾ സഹിതം, മാതാപിതാക്കൾ സഹിതം, സഹോദരന്മാർ സഹോദരിമാർ കുഞ്ഞുങ്ങൾ സഹിതം ഈ പകൽ കൊതിക്കട്ടെ, കൊതിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അധികാരത്തോടെ പറഞ്ഞയച്ച കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്താം. ദാവീദിന്റെ താക്കോൽ രാജാവിന്റെ അധികാരം കൈമാറ്റം ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരു വാക്യം ഓർത്തെടുക്കാമോ? നമ്മൾ രാജകീയ ഉണ്ടോ? കണക്റ്റായേ? ദൂതെല്ലാം കണക്റ്റായേ? എന്നാൽ നമുക്ക് എന്ത് പറഞ്ഞെന്നറിയോ? നിങ്ങൾക്കും എൻ്റെ അകത്തും ഒരു അധികാരമുണ്ട്. ആ അധികാരം സ്വർഗത്തിൽ വെളിപ്പാടുള്ളവർക്ക് ഓപ്പണം. അവർക്കറിയാം. നിങ്ങളത് പ്രഖ്യാപിക്കാത്ത കാലത്തോളം അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പൊ എൻ്റെ അധികാരം പറയാം. എൻ്റെ അധികാരം, എനിക്കൊരു ശുശ്രൂഷ ഉണ്ടെന്നുള്ള എൻ്റെ ബോധ്യമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നെ ശുശ്രൂഷകനായി നിയമിച്ചിട്ടുണ്ടെന്നുള്ള നിങ്ങളുടെ ബോധ്യമാണ് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഉൾക്കൊള്ളുന്നതും. വേദപുസ്തകത്തിലെ തെളിവ് ശ്രദ്ധിച്ചേ. 5-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്, അപ്പോസ്തല പ്രവൃത്തി അല്ലേ? അനന്യാസും സഫീറയും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ ഒരു റിവൈവൽ നടന്നു. ആ റിവൈവല് ഭൗതികം സംബന്ധിച്ച റിവൈവൽ, എല്ലാവരും അധികം ഉള്ളത് ഇല്ലാത്തവര് പങ്കുവയ്ക്കുന്ന റിവൈവലാണ്. ഇതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കട്ടെ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരാരോടാണ് വ്യാജം കാണിച്ചത്? സത്യത്തിൽ പറ, പ്രത്യക്ഷത്തിൽ ആരോടാ കാണിച്ചത്? ദൈവദാസനോട്. സത്യത്തിൽ ആരോടാ ഇത് മറച്ചു വെച്ചേ? മൊത്തം പുള്ളി അറിയണ്ട. ഹലോ, മറച്ചു വെച്ച ആരോടാ? ദൈവദാസനോട്. പക്ഷെ സ്വർഗം എടുത്ത് എങ്ങനെ കണ്ടോ? ഇതാ അധികാരം എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ കൈവച്ചത് കൊണ്ടല്ല, എൻ്റെ ഗുണം കൊണ്ടല്ല, നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ഒരു അധികാരത്തിന്റെ ആത്മാവാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, അവിടെ തന്നെ ഒരു തെളിവും കൂടെ തരാം. പത്രോസിനോടാണ് വ്യാജം കാണിച്ചത്, പത്രോസിനാണ് മറച്ചു വെച്ചത്. എല്ലാം പുള്ളി ചോദിച്ചെന്നിട്ട്, എൻ്റെ ഭാഷ പറഞ്ഞ് ഇങ്ങനെ എല്ലാം ഉണ്ടോ, മൊത്തത്തിൽ ഇത്രയ്ക്കാണോ വിറ്റേ? ഇച്ചിരി കുറച്ച് വിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അത്യാവശ്യം തോന്നിയിട്ട് ഇച്ചിരി എടുത്തു വെച്ചെന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അല്ലേ? പക്ഷെ അന്നേരവും പറഞ്ഞു, പിന്നെ പറഞ്ഞത് വ്യാജം പാസ്റ്ററോടാ, പറഞ്ഞത് മറച്ചു വെച്ചത് പാസ്റ്ററോടാ, കള്ളം പറഞ്ഞത് പാസ്റ്ററോടാ, ചോദ്യത്തിനും സത്യം സംസാരിക്കുന്നത് പാസ്റ്ററോടാ. പക്ഷേ ഇവിടെ ഒരാൾ നിൽക്കുന്ന, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരിക്കപ്പെടുന്ന ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നെങ്കിൽ
അത് ഒരുത്തൻ ഇവിടെ തിരിച്ചു നിർത്തിയതാണ്. അത് ഇതിന്റെ മീതെ ഒരു അധികാരം ഉണ്ടെങ്കിൽ അതിന്റെ സകല ഉത്തരവാദിത്വം ദൈവമാണ് എടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും സ്വത്രം പറയത്തില്ല. നിങ്ങൾ ഇവിടുത്തെ കിട്ടിയോ? ഇനി ശ്രദ്ധിച്ച് നോക്കിക്കേ. ചില പാസ്റ്റർമാർ പറയും, ഞാൻ കെട്ടും, ഞാൻ ബന്ധിക്കും. അതും അറിവില്ലാത്തതുകൊണ്ടാണ്. ഇയാൾ കയറി കെട്ടുമ്പം കെട്ടാൻ നടക്കുമ്പോൾ കർത്താവ് ഒന്ന് വേലി കെട്ടുകാരനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, അനന്യാസ് സഭയുടെ പത്രോസ് നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരട്ടെ എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? എൻ്റെ വിഷയം അവിടെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീണ. പക്ഷെ അത് പത്രോസ് പറഞ്ഞില്ല. ആ പറയാനുള്ള അധികാരവും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. നമുക്ക് ആർക്കും തന്നെ. നമ്മളവിടെ നിന്നൊരു തോട്ടണേ, സന്ദർശിക്കണമേ, മുച്ചോട് മുടിക്കണമേ, മാറിക്കെട്ടി, വേലിക്കെട്ടി, അവനെയും കെട്ടി, അവരുടെ മക്കളെയും കെട്ടി. നീ അവിടെ കെട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. അത് കെട്ടിട്ട് കെട്ടാൻ ദൈവമില്ല. നിങ്ങൾ പേടിക്കണ്ട. മുത്തിയിരുന്ന് നിന്നെ കെട്ടിയാലും നിന്നെ സ്വതന്ത്രമാക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ മഹത്വത്തെ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന നീ അറിയുന്നെങ്കിൽ നിന്നെ ഒരു ശക്തിക്ക് കെട്ടാൻ പറ്റില്ല. നിന്റെ വഴി തടയാൻ പറ്റില്ല. എപ്പോഴാ തടയുന്നതറിയോ? നമ്മൾ ഇതിനെ പേടിക്കും. 4 ചെമ്പരത്തിപ്പൂ, ഒരു തെറ്റി, 3-4 തെറ്റിപ്പൂവും, ഒരു ഇച്ചിരി വാഴയില്, എവിടെ നിന്നെല്ലാം കാക്ക കൊത്തിക്കൊണ്ടിട്ടൊരു കോഴിത്തലയും കൂടെ കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ കൂടേത്ര എന്നങ്ങ് പറയും. അതെന്റെ നന്മയെ തടയാനെന്ന് പറയും. അപ്പോഴേ പിശാചിന് ഒരു സാധനം കിട്ടി കയറാൻ. പുള്ളി ഇതിലും കയറി വരയ്ക്കകത്ത് വരും. നീ തുറന്നു കൊടുക്കാതെ നിന്റെ വീട്ടിനകത്തൊരു ശക്തി കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അവസാനത്തെ കാര്യം ശ്രദ്ധിച്ചോ. ഈ അടുത്തിരിക്കുന്നൊരു വിശ്വാസിക്ക് ഇപ്പുറത്തിരിക്കുന്നൊരു വിശ്വാസിയെ കെട്ടാൻ പറ്റത്തില്ല. നന്മയെ കെട്ടാൻ പറ്റത്തില്ല. അസൂയ കൊണ്ടിട്ട് കെട്ടാൻ പറ്റത്തില്ല. അല്ലാതെ കെട്ടാൻ ഒന്നും പറ്റില്ല. പാസ്റ്റർക്ക് പറ്റില്ലെന്നേ. അടിക്കട്ടവനെ, അവളവിടെ കിടക്കട്ടെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ മനസ്സ് ശരിയല്ല, ഉപദേശിയോടുള്ള അടുത്തിരിക്കുന്നവരുടെ മനോഭാവം ശരിയല്ലെങ്കിൽ ദൈവം കെട്ടും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. താക്കോല് കൈ കിട്ടിയിട്ട് തുറക്കാനായിട്ട് പോകരുത്. തുറക്കാനുള്ള താക്കോലല്ലത്. എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നിരിക്കുന്നിടത്ത് നിനക്ക് പുറത്ത് കാണാനുണ്ട്. അത് നീ കാണണം. വീട്ടിൽ മുട്ടുമ്പിൽ ഇരിക്കുമ്പോഴും സ്വർഗത്തിലെ ചിലത് കാണണം. വചനം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ചിലത് കാണണം. എന്നിട്ട് അത് റിവീൽ ചെയ്യണം. പറയണം, കർത്താവേ, മുട്ടങ്കാൽ മടക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് വെളിപ്പാടുകളാൽ അറിയാം. എനിക്ക് വേണ്ടി ഇറങ്ങി വരണമെന്ന് പ്രഖ്യാപിക്കുക. ഇനി ഇങ്ങനെ പറഞ്ഞൂടെ? കർത്താവേ, കൈ കാലിൽ ചങ്ങല ബന്ധിക്കപ്പെട്ടവനെ അകത്ത് കിടക്കുമ്പോഴും വായടക്കിയിരിക്കാതെ വാ തുറക്കുന്നവന് വേണ്ടി വാതിൽ തുറക്കാൻ ഇറങ്ങി വന്നൊരു ദൈവകൃപ എനിക്കറിയാം. ആ വചനത്തിന് മാറ്റമില്ലെങ്കിൽ ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. ഒന്ന് നമ്മുടെ കണ്ണുകൾ അടച്ചേ. എല്ലാ കണ്ണുകളും അടയ്ക്കണേ. കർത്താവേ, സ്വർഗത്തിൽ എന്താ സ്ഥിരമായിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അത് വീട്ടിൽ പ്രഖ്യാപിക്കാൻ, സഭയിൽ പ്രഖ്യാപിക്കാൻ, ഭാവിയിൽ പ്രഖ്യാപിക്കാൻ. എന്നെക്കുറിച്ച് നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്നെക്കുറിച്ച് എന്താ വ്യക്തമായ ആലോചന? എന്നെക്കുറിച്ച് എന്താ ദൈവത്തിന് വ്യക്തമായി മാറ്റമില്ലാത്ത പദ്ധതി എന്ന് എനിക്ക് മനസ്സിലായിട്ട് അത് കർത്താവെ പ്രഖ്യാപിക്കാനുള്ള വെളിപ്പാട് കർത്താവെ എനിക്ക് തരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന എന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതിയെ, ഉയർച്ചയ്ക്കെതിരെ എന്ത് കെട്ടിയിരിക്കുന്നോ അതുവിടെ അഴിക്കാൻ, എന്ത് തടയുന്നോ അതിനെ ജയിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്.